ഇടപാടുകളിലാവട്ടെ. എന്തിനാണ് ഇസ്ലാം ഇത്ര കൃത്യമായി അവരത് പഠിപ്പിക്കുന്നത്? അവരോടുള്ള ഓരോ രംഗത്തും മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് വളരെ മാന്യമായി സംസാരിക്കണം. നല്ല സംസാരം. വലീനിൽ ജാനിബി, നല്ല സൗമ്യമായ പെരുമാറ്റം ഉണ്ടാവണം. ഫലാ യുഗല്ലിദു ലഹുമാ ഫിൽ ജവാബ്, അവരെന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ അവരോടൊരു പരുഷമായ രൂപത്തിലുള്ള ഒരു വാക്ക് നീ പറഞ്ഞു പോകരുത്. ചിലപ്പോൾ ദേഷ്യം പിടിപ്പിക്കും, ചിലപ്പോൾ ചോദിച്ചത് ചോദിക്കും, എന്തും സംഭവിക്കാം. പക്ഷേ നിന്റെ അടുക്കൽ നിന്ന് ഒരു പരുഷമായ സ്വഭാവ പെരുമാറ്റം ഉണ്ടാകരുത്. വലാ യുഹദ്ദുൻ നദറു ഇലൈഹിമാ, അവരെ തുറിപ്പിച്ചുകൊണ്ടൊരു നോട്ടം പോലും നീ നോക്കരുത്. നമ്മളൊക്കെ കുറച്ചൊന്ന് ലെവലെത്തിയപ്പോൾ, എണീറ്റ് നിൽക്കാനൊക്കെ തുടങ്ങിയപ്പോൾ, വീടും പറമ്പും സൗകര്യങ്ങളൊക്കെ ആയപ്പോൾ അവരെ നമുക്ക് ഒരു വിരട്ടുന്ന സ്വഭാവമുണ്ടോ? വലാ യുഹദ്ദുൻ നദറു ഇലൈഹിമാ, അവരെ തുറിപ്പിച്ചു നീ നോക്കരുത്. വലാ യർഫഉ സൗതഹു അലൈഹിമാ, അവരുടെ മേൽ അവരെക്കാൾ ഉച്ചത്തിലായിക്കൊണ്ട് നിന്റെ ശബ്ദം ഉയരരുത്. ഓരോ മക്കളും ചിന്തിക്കട്ടോ, ഓരോ മക്കളും ആലോചിക്കുക, അവരുടെ സ്വരത്തേക്കാൾ നിന്റെ ശബ്ദം ഉയർന്നു പോകരുത്. ബൽയകൂന ബൈന യദൈഹിമാ മിസ്ലുൽ അബ്ദി ബൈന യദൈ സയ്യിദി തദല്ലുലൻ ലഹുമാ, ഒരു യജമാനന്റെ മുമ്പിൽ ഒരു അടിമ താഴ്മയോടെ വിനയത്തോടെ കീഴ്പ്പെടുന്ന പോലെ നിന്റെ മാതാപിതാക്കളുടെ മുമ്പിൽ അത്രയും താഴ്മയും വിനയവും നിനക്കുണ്ടാകണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ പ്രവാചകരോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, നബിയെ, മഹാപാപങ്ങൾ ഏതൊക്കെയാണ്? മഹാപാപങ്ങൾ ഏതൊക്കെയാണ്? വലിയ പാപങ്ങൾ ഏതൊക്കെയാണ്? ഖാൽ അൽ-ഇശ്റാകു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്, ശിർക്കാണ്. വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ധിക്കരിക്കലാണ്. നമുക്കെന്താ തോന്നിയത്? എൻ്റെ വാപ്പില്ലേ, എൻ്റെ ഉമ്മല്ലേ, എനിക്ക് പറഞ്ഞൂടെ, എനിക്ക് ചെയ്തൂടെ? ഇല്ല. ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ധിക്കരിക്കൽ മഹാപാപമാണ്. വഖത്ലുൻ നഫ്സി, കൊലപാതകം മഹാപാപമാണ്. വശഹാദത്തുസ്സൂർ, കള്ളസാക്ഷ്യം വഹിക്കൽ മഹാപാപമാണ്. ഇങ്ങനെ എണ്ണിയ കൂട്ടത്തിലേക്കാണ് ഈ വിഷയത്തിന്റെ ഗൗരവം അറിയാനാണ് ഉഖൂഖുൽ വാലിദൈൻ. ഒരിക്കലും നമ്മുടെ പെരുമാറ്റങ്ങളിൽ അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം.